അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് അവർ ചാനൽ. അപ്പോൾ ഗൈസ്, ഇതിപ്പോൾ നമ്മൾ വീഡിയോ ഷൂട്ടാക്കി വെച്ചിട്ട് കുറച്ച് ഡേയ്സ് ആയിട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് ലാഗായി പോയി എഡിറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ വീട്ടിലേക്ക് കുറച്ച് ഗ്രോസറി ഐറ്റംസ് ഒക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോവാട്ടോ. അപ്പോൾ ഞാനും കുഞ്ഞുട്ടിയാക്കിയും കൂടെ ആണ് പോകുന്നത്, ബൈക്കിലാട്ടോ പോകുന്നത്. അപ്പോൾ നമ്മൾ ചെമ്മാടുള്ള യാറേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാട്ടോ. നമ്മളെല്ലാ തവണയും ഉപ്പാണ് വാങ്ങിക്കാറുള്ളത്, കുഞ്ഞുട്ടിയാക്ക് ഉപ്പാനെ ഏൽപ്പിക്കാറാട്ടോ പതിവ്. പക്ഷേ ഇത്തവണ കുഞ്ഞുട്ടിയാക്ക് ഇവിടെ നാട്ടിലുണ്ടായതുകൊണ്ട് തന്നെ നമുക്ക് പോയിട്ട് വാങ്ങിക്കാമെന്ന് പറഞ്ഞിട്ട് പോവാട്ടോ. പിന്നെ ഇപ്പോൾ ഈ ഒരു സമയം ഓണത്തിൻ്റെ സീസണും കൂടെ ആയിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ എന്ന് കരുതിയിട്ടാണ് കേട്ടോ അങ്ങോട്ട് പോകുന്നത്. ഇനി ആരെങ്കിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള പ്രകാരം നമുക്ക് സെലക്ട് ചെയ്തിട്ട് എടുക്കുകയും ചെയ്യാമല്ലോ അല്ലേ. അപ്പോൾ ഏതായാലും നമ്മൾ അവിടെ എത്തിയിട്ട് ഏകദേശം അപ്പം നമ്മൾ ബേബീസിനൊക്കെ ഉറക്കിയിട്ട് ഒരു ഉച്ച സമയമാണ് കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായത്. ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ഇറങ്ങിയത്. അതുകൊണ്ട് തന്നെ അവിടെ വല്ലാണ്ട് തിരക്കൊന്നും ഇല്ലേനു കേട്ടോ. നമ്മൾ സാധനം എടുക്കാനൊന്നും വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലേനു. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെപ്പോൾ യാറയിൽ പോകുകയെന്നുണ്ടെങ്കിലും ഭയങ്കര തിരക്കാണ് ഉണ്ടാവാറ്. പക്ഷെ ഇത്തവണ അത്ര വലിയ തിരക്കൊന്നും ഇല്ലേനു കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ആദ്യം തന്നെ പോയത് നമ്മളെ ഈ ഒരു പുട്ടുപൊടി, അതേപോലെ എന്താ പറയുക, വെള്ളപ്പത്തിൻ്റെ പൊടി, അതേപോലെ അങ്ങനത്തെ ഒക്കെ ആ ഒരു പാക്കിങ്ങിൻ്റെ ആ ഒരു ഏരിയയിലേക്ക് കേട്ടോ. അപ്പോൾ അത് ഞാൻ അരി കുതിർത്തിട്ടും ഞാൻ റെഡിയാക്കാറുണ്ട്. പക്ഷേ എല്ലാ പ്രാവശ്യവും ഞാനിങ്ങനെ ഓരോ പാക്കിങ് വീട്ടിൽ കൊണ്ടുവന്ന് കിട്ടോ. നമുക്ക് എങ്ങാനും വെള്ളത്തിലിടാനൊക്കെ മറന്നു പോയാൽ നമ്മൾ എടുത്തുണ്ടാക്കാമല്ലോ എന്ന് കരുതിയിട്ടോ. അപ്പോൾ അതൊക്കെ എടുത്തു. പിന്നെ ഇതാ ബിരിയാണീൻ്റെ റൈസിനൊക്കെ അവിടെ ഓഫർ ഉണ്ടായിന്. അപ്പോൾ അതും പിന്നെ മന്തി റൈസ് അതൊക്കെ ഓരോ പാക്ക് അങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഓരോന്നിങ്ങനെ എടുത്ത് വെക്കും. എല്ലാ മാസവും നമ്മളിങ്ങനെ കുറച്ച് സംഭവങ്ങൾ ഇങ്ങനെ ഒന്നിച്ചിട്ട് വാങ്ങിക്കുക ചെയ്യുക. അതാകുമ്പോൾ നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി എടുക്കുകയും ചെയ്യാമല്ലോ അല്ലേ. ഓരോന്നപ്പോൾ വാങ്ങാൻ നിൽക്കണ്ടല്ലോ അല്ലേ. അപ്പോൾ ഇതാ പിന്നെ നമ്മൾ ഈ ഒരു സെക്ഷനിലേക്കാണ് പോയത്. കടലപ്പരിപ്പ്, അതേപോലെ ചെറുപയർ, മമ്പയർ അങ്ങനത്തെ ഒക്കെ ഐറ്റംസ് ഉള്ള സ്ഥലത്തേക്ക് കേട്ടോ. അപ്പോൾ നമ്മൾ ബേബീസിന് നമ്മളിപ്പോൾ ഇതൊക്കെ കൂടുതലായിട്ട് ഇങ്ങനെ കൊടുക്കാറുണ്ട് കേട്ടോ. നമുക്ക് വേവിച്ചിട്ട് അവർക്ക് ഇങ്ങനെ വെച്ച് കൊടുത്താൽ അവരെന്നെ കഴിക്കും. അപ്പോൾ അത് നമ്മൾ കുറച്ച് ഐറ്റംസ് ഒക്കെ എടുത്തിട്ടോ. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ അവിടുന്ന് പിന്നെ എടുത്തു. പിന്നെ നമ്മൾ മുകളിലത്തെ ഫ്ലോറിൽ പോയിട്ട് ഡയപ്പറും ഡിറ്റർജൻറ്റ്, അതേപോലെ ഹാർപ്പിക്ക് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ എടുത്തിട്ടോ. അപ്പോൾ എന്തായാലും അതൊക്കെ റെഡിയാക്കി. പിന്നെ പമ്പേഴ്സിന് നല്ല ഓഫറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് നമുക്ക് മസ്റ്റായ സംഭവമാണ്. അപ്പോൾ അതൊക്കെ വാങ്ങിച്ച് നമ്മൾ താഴെ ബില്ലിങ്ങിന് വേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. ബില്ലിങ്ങിന് വന്നപ്പോൾ അവിടെ ആരുമില്ല. ആദ്യമായിട്ടാണ് നമ്മൾ ബില്ല് ചെയ്യാൻ വരുമ്പോൾ നമ്മൾ ക്യൂ നിൽക്കാറാണ് പതിവ്. പക്ഷേ ഇത്തവണ നമുക്ക് ചെന്നത് തന്നെ നമുക്ക് പെട്ടെന്ന് ബില്ല് ചെയ്യാനുള്ളതൊക്കെ കിട്ടിട്ടോ. അപ്പോൾ അത് അവരിങ്ങനെ ബില്ല് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. പിന്നെ ഞാൻ വരുമ്പോൾ തന്നെ പുറത്തവിടെ പാനിപൂരി കണ്ണുവെച്ച് വന്നതായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടി കഴിക്കാൻ വേണ്ടിയിട്ട് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതിന് ഈ ബില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് പോവാമെന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കാം കേട്ടോ. പിന്നെ നമ്മൾ ബില്ല് ചെയ്ത് വന്നപ്പോഴത്തേക്കും അവിടെ 900 രൂപയ്ക്ക് പർച്ചേസ് ചെയ്താൽ കൂപ്പൺ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരുപാട് കൂപ്പണും തന്ന് അത് ഫുള്ള് ബില്ല് ചെയ്ത് വിട്ട് വന്നപ്പോഴത്തേക്കും ഒരുപാട് സമയമായിട്ടോ. അപ്പോൾ നമുക്ക് ദാഹിച്ചൊരു വഴക്കായിരുന്നു. അപ്പോൾ അതാ നമ്മൾ പാനിപ്പൂരി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അവിടെ വന്ന് പുറത്ത് തന്നെ ഉണ്ടായിരുന്നു. ഫ്രണ്ടിൽ തന്നെ ഈ ഒരു സംഭവം ഉണ്ടായിരുന്നു. അവിടെ ഒരുപാട് പേര് കഴിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഏതായാലും ഇതാ നമ്മൾ ദാഹിച്ചപ്പോൾ കുറച്ച് ഡ്രിങ്ക്സൊക്കെ വാങ്ങിയിട്ട് കുടിച്ചു. അപ്പോൾ ഇതാ നമ്മൾ പാനിപ്പൂരി ഇവിടെ സെറ്റാക്കി കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഞാനൊരു തവണത് കഴിച്ചിട്ടുണ്ട്. പക്ഷെ ഞാനിത് അവരോട് ചോദിക്കുന്നത് ചൂടൊന്നും ഉണ്ടാവില്ലേന്ന് കേട്ടോ. പക്ഷെ സംഭവം നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിച്ച് നമ്മൾ ഇവിടുന്ന് പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോയിട്ടോ. അപ്പോൾ നമ്മൾ ചെന്നപ്പോഴത്തേക്കും നമ്മൾ ബേബീസൊക്കെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞിട്ടിയാൾക്ക് വരുന്നേരം ചായക്ക് വേണ്ടിയിട്ട് വാഴക്കപ്പച്ചി വേണമെന്ന് പറഞ്ഞിട്ടോ. അപ്പോൾ അത് റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ബേബീസ് എഴുന്നേറ്റ് അവർക്ക് ഫുഡൊക്കെ കൊടുത്തു. അവർ ഫ്രഷ് ആക്കിയിട്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ. അപ്പോൾ നമ്മളിതാ അന്നു ബേബി കോയിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ അതിന് ബേബി ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. നമ്മളെ കൂടെ തന്നെ കിച്ചണിൽ ചുറ്റിപ്പറ്റി നടക്കാൻ കേട്ടോ രണ്ടുപേരും. അപ്പോൾ ഏതായാലും നമ്മൾ ചായയൊക്കെ റെഡിയായി. അതിൻ്റെ റെസിപ്പിയും കാര്യങ്ങളൊന്നും ഞാൻ ഷൂട്ടാക്കിയിട്ടില്ല കേട്ടോ. നമ്മൾ വീഡിയോ ഭയങ്കരമായിട്ട് ലാഗായി പോകുമെന്ന് കരുതിയിട്ടേനു കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ ചെറിയ സൈഡായിട്ട് ഞാനൊരു ചട്നിയും കൂടി റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ കട്ടൻ ചായയാണ് കേട്ടോ കുടിക്കുന്നത്. അപ്പോൾ ഇതാ കുഞ്ഞിട്ടിയാക്കോട് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി കഴിച്ചു. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ, ടാറ്റാ, അസ്സലാമു അലൈക്കും.